ഡൽഹിയിൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടർമാർ അറസ്റ്റിലായതാണ് നിർണായകമായത്. അതേസമയം സംഭവത്തിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഡൽഹി സ്ഫോടനം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രശാന്ത് തന്നെ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാനാവുന്നത് അത് മുംബൈ ആക്രമണം പോലെ, അവിടുത്തെ ഒരു സ്ഫോടനം പോലെ, അതുപോലെയൊക്കെ ആയിരുന്നു ഗൂഢാലോചന എന്ന് കേൾക്കുന്നു. ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് അറിയാനാവുന്നത്? ഗുഡ് മോർണിംഗ്. ഏതായാലും ഡൽഹി സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്തതെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. അതിലേറ്റവും നിർണായകമായിരുന്നത് മുംബൈ സ്ഫോടനത്തിന്റെ രീതിയിൽ തന്നെ ഒരു സ്ഫോടനം നടത്താനായിരുന്നു. മാത്രമല്ല, വലിയ ആക്രമണ പരമ്പരയാണ് പ്രധാനമായും ഈ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത്. അത് തടയിട്ടത് ആദ്യഘട്ടത്തിൽ തന്നെ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചതോടുകൂടി തന്നെയാണ്. മാത്രമല്ല, അതിനു മുൻപേ തന്നെ ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് ATSും ഭോപ്പാലിൽ നിന്ന് ഡോക്ടർമാരെ പിടികൂടുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് സൂയിസൈഡ് ബോംബർമാരാകാനുള്ള പരിശീലനം ലഭിച്ചവരാണെന്നും കൂടുതൽ ആളുകൾ ചാവേറുകളാകാനായി കശ്മീർ താഴ്വരയിൽ നിന്ന് ഡൽഹിയുടെ പല മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഹരിയാനയുടെ മേഖലകളിലേക്ക് തന്നെ എത്തിയിരുന്ന വിവരങ്ങൾ ലഭ്യമാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിയാന ATSുമായി ചേർന്ന് വിശദമായൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സ്ഫോടക വസ്തുക്കൾ ഡൽഹിക്ക് തൊട്ടടുത്ത് ഉണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് ഡൽഹി ഹരിയാന ചെറിയ ദൂരം മാത്രമാണ് ഉള്ളത്. സ്ഥിരമായി ഇത്തരത്തിൽ സാഹചര്യങ്ങൾ വലിയ അപകടത്തിലാകുന്ന സമയത്ത് മാത്രമാണ് കൃത്യമായ ഒരു പരിശോധനയിലേക്ക് പോകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ സ്ഥിരമായി ഡൽഹിയിലേക്ക് ഹരിയാനയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് വാഹനങ്ങൾ വന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടി മനസ്സിലാക്കിയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. മാത്രമല്ല, ഹരിയാന കൃഷിഭൂമിയാണ് സ്വാഭാവികമായും കൂടുതലുള്ളത്. ആ മേഖലകളിൽ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ സൂക്ഷിച്ചെങ്കിൽ അത് കാർഷിക ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെന്ന തരത്തിൽ കാര്യങ്ങൾ വരും. ഇങ്ങനെയാണ് നീക്കമുണ്ടായത്. ഇതിനിടയിലാണ് അമീർ റാഷിദ് അലിയെ ഇന്നലെ റാഷിദ് അലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ ഈ അലിയെ അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണ സംഘം. ഇന്നലെയാണ് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് മാത്രം. അതായത് ഈ കാർ വാങ്ങിയതും കാറിന്റെ രജിസ്ട്രേഷനും എല്ലാം തന്നെ അമീർ റഷീദ് അലിയുടെ പേരിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ കൃത്യമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും പാമ്പോറിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് ഷെഹിൻ സയ്യിദ്, വനിതാ ഡോക്ടർ ഷെഹിൻ സയ്യിദിന്റെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്ന് പറയുന്നത് മുസമ്മൽ അഹമ്മദാണ്, ആദിൽ അഹമ്മദിന്റെ സഹോദരൻ. ഈ മുസമ്മൽ അഹമ്മദ് നിലവിലെ സാഹചര്യത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അഫ്ഗാനിലുണ്ട് എന്നൊരു വിവരം നിലവിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ എല്ലാം തന്നെ ഉദ്യോഗസ്ഥർ വിവിധ അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് തുടർ നീക്കങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അൽഫലാ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയും ഇന്നുണ്ടാകും. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘം.